എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നത്തെ വീഡിയോ ലെക്ചേഴ്സിൽ കവർ ചെയ്യാൻ പോകുന്നത് മാസ്റ്റേഴ്സ് തിയറാണ്. നമ്മൾ ഓൾറെഡി ഒരു റിക്കറൻസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് എൻ്റെ ലാസ്റ്റ് വീഡിയോ ലെക്ചറിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയായിരുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉണ്ട്, മാസ്റ്റേഴ്സ് തിയർ ഉണ്ട്, അതേപോലെ തന്നെ ചേഞ്ചിങ് വേരിയബിൾ മെത്തേഡ്. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് മാസ്റ്റേഴ്സ് തിയറാണ്. അപ്പോൾ മാസ്റ്റേഴ്സ് തിയറം നമ്മൾ പറയുന്നതിന് മുന്നേ ഏതൊക്കെ ടൈപ്പ് റിക്കറൻസ് ഇക്വേഷൻ നമുക്ക് മാസ്റ്റേഴ്സ് തിയറം വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും? അപ്പോൾ രണ്ട് ടൈപ്പ് റിക്കറൻസ് ഇക്വേഷനാണ് ഞാൻ ഈ കേസിൽ പറയുന്നത്. അതിലൊന്നെന്ന് വെച്ചാൽ ഡിവൈഡ് ആൻഡ് കോൺകർ റിക്കറൻസ് ഇക്വേഷനും ഡിവൈഡ് ആൻഡ് കോൺകർ റിക്കറൻസ് ഇക്വേഷനും, പിന്നെ ഒന്ന് ഡിക്രീസ് ആൻഡ് കോൺകർ റിക്കറൻസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ആൻഡ് കോൺകർ റിക്കറൻസ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റിയ മാസ്റ്റേഴ്സ് തിയറത്തിന് ഡിവൈഡ് ആൻഡ് കോൺകർ മാസ്റ്റേഴ്സ് തിയറം എന്നും, ഡിക്രീസ് ആൻഡ് കോൺകർ മാസ്റ്റേഴ്സ് തിയറം ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റിയ റിക്കറൻസ് മാസ്റ്റേഴ്സ് തിയറത്തിന് ഡിക്രീസ് ആൻഡ് കോൺകർ മാസ്റ്റേഴ്സ് തിയറം എന്ന് പറയും. ഇതിന് പുറമെ നമ്മളൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിക്കറൻസ് ഇക്വേഷൻ പഠിക്കും, അതിൻ്റെ സൊല്യൂഷനും. അപ്പോൾ അത്രയും ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൂഫ് ഓൾറെഡി അവൈലബിൾ ആണ്, അതൊന്നും നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിക്കറൻസ് ഇക്വേഷനും അതിൻ്റെ റെഡിമെയ്ഡ് സൊല്യൂഷനും അത് മാത്രം അറിഞ്ഞിട്ടാൽ മതി നമുക്ക് നെറ്റിലുള്ള പ്രോബ്ലം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ രണ്ട് റിക്കറൻസ് ഇക്വേഷൻ, അതായത് ഡിവൈഡ് ആൻഡ് കോൺകറും ഡിക്രീസ് ആൻഡ് കോൺകറും പഠിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് റിക്കറൻസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പഠിക്കുന്നതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ മാസ്റ്റേഴ്സ് തിയറം. ഡിവൈഡ് ആൻഡ് കോൺകർ മാസ്റ്റേഴ്സ് തിയറം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഡിവൈഡ് ആൻഡ് കോൺകർ മാസ്റ്റേഴ്സ് തിയറം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം റിക്കറൻസ് ഇക്വേഷൻ ഡിവൈഡ് ആൻഡ് കോൺകർ ടൈപ്പ് റിക്കറൻസ് ഇക്വേഷൻ ആണോ നോക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എങ്ങനെയുള്ള റിക്കറൻസ് ഇക്വേഷനെയാണ് ഡിവൈഡ് ആൻഡ് കോൺകർ റിക്കറൻസ് ഇക്വേഷൻ എന്ന് വിളിക്കാൻ നോക്കാം. റിക്കറൻസ് ഇക്വേഷൻ്റെ ഫോം ടി ഓഫ് എൻ ഈക്വൽ ടു എ ഇൻറ്റു ടി ഓഫ് എൻ ബൈ ബി പ്ലസ് ബിഗ് ഓഫ് n raised to k into log pn. ഇങ്ങനെയുള്ള റിക്കറൻസ് ഇക്വേഷനാണ് നമ്മൾ ഡിവൈഡ് ആൻഡ് കോൺകർ റിക്കറൻസ് ഇക്വേഷൻ എന്ന് പറയും. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം, ബിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം, കെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതുപോലെ തന്നെ പി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ റിയൽ നമ്പർ. വി ക്യാൻ ഹാവ് എനി വാല്യൂ, എനി ന്യൂമറിക് വാല്യൂ. ഓക്കെ, ഈ റിക്കറൻസ് ഇക്വേഷൻ്റെ സിഗ്നിഫിക്കൻസ് ഒന്ന് നോക്കാം. എൻ സൈസുള്ളൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന് എൻ ബൈ ബി സൈസുള്ള എ സബ് പ്രോബ്ലമാക്കി ഡിവൈഡ് ചെയ്യും. അതിനെ ഡിവൈഡ് ചെയ്യാനും തിരിച്ച് സൊല്യൂഷൻസ് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയുള്ള കോസ്റ്റാണ് ഈ ഒരു സെക്ഷൻ. ഇതിനെ നമ്മൾ നോൺ റിക്കേഴ്സീവ് പാർട്ടെന്നും ഇതിനെ റിക്കേഴ്സീവ് പാർട്ടെന്നും പറയും. ഈ നോൺ റിക്കേഴ്സീവ് പാർട്ടെന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ടി ഓഫ് എൻ ഈക്വൽ ടു എ ഇൻറ്റു ടി ഓഫ് എൻ ബൈ ബി മൈനസ് എന്ന് പറഞ്ഞ റിക്കറൻസ് ഇക്വേഷൻസിനാണെങ്കിൽ വി കനോട്ട് യൂസ് ദിസ് ഡിവൈഡ് ആൻഡ് കോൺകർ മാസ്റ്റേഴ്സ് തിയറം ഫോർ സോൾവിങ് ഇറ്റ്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യണം. അപ്പോൾ എയുടെ വാല്യൂ 1 ആണെങ്കിൽ ഒരു സബ് പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ബിയുടെ വാല്യൂ 1 ആവാൻ പാടില്ല. ബിയുടെ വാല്യൂ 1 ആയിക്കഴിഞ്ഞാൽ എൻ എന്നുള്ളത് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ സ്മോളർ സൈസ് കിട്ടില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റിക്കറൻസ് ഇക്വേഷൻ ഡിഫൈൻ ചെയ്യുന്നത് സ്മോളർ വാല്യൂ ഓഫ് എന്നിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുക. അതിലൊന്ന് ബി റേസ് ടു കെ നമ്മൾ കണ്ടുപിടിക്കും. ബി റേസ് ടു കെ കണ്ടുപിടിച്ചിട്ട് എയുമായിട്ട് കമ്പയർ ചെയ്യും. ഇവയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 കേസ് കിട്ടും. അതിലൊന്ന് എ ഗ്രേറ്റർ ദാൻ ബി റേസ് ടു കെ, സെക്കൻഡ് വൺ എ ഈക്വൽ ടു ബി റേസ് ടു കെ, തേർഡ് വൺ എ ലെസ് ദാൻ ബി റേസ് ടു കെ. ഈ ഓരോ കേസിലും നമ്മൾ പിയുടെ വാല്യൂ കൂടെ കൺസിഡർ ചെയ്യും. ഈ ഓരോ കേസിലും പിയുടെ വാല്യൂസ് അനുസരിച്ച് എ ഗ്രേറ്റർ ദാൻ ബി റേസ് ടു കെ ആണെങ്കിൽ നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടും, എ ഈക്വൽ ടു ബി റേസ് ടു കെ ആണെങ്കിൽ നമുക്ക് 3 സൊല്യൂഷൻ കിട്ടും, എ ലെസ് ദാൻ ബി റേസ് ടു കെ ആണെങ്കിൽ നമുക്ക് 2 സൊല്യൂഷൻ കിട്ടും. അതിൽ ഈ ഫസ്റ്റ് കേസിൽ പീനെ പറ്റി നമ്മൾ ബോധർ ചെയ്യുന്നില്ല, പീൻ്റെ കാര്യത്തെപ്പറ്റി നമ്മൾ നോക്കുന്നില്ല. ഈ 2 കേസിലും പി എന്താണോ, അതായത് എ ഈക്വൽ ടു ബി റേസ് ടു കെ ആണെങ്കിലും എ ലെസ് ദാൻ ബി റേസ് ടു കെ ആണെങ്കിലും പി എന്ന് പറഞ്ഞ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും നമുക്ക് സൊല്യൂഷൻ. അതിൽ ഓരോ കേസ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് കേസ് എ ഗ്രേറ്റർ ദാൻ ബി റേസ് ടു കെ. എ ഗ്രേറ്റർ ദാൻ ബി റേസ് ടു കെ ആണെങ്കിൽ ടി ഓഫ് എൻ എന്ന് പറയുന്നത്
big of n raised to log a to the base b. Big of n raised to log a to the base b. സെക്കൻഡ് കേസ് a ഈക്വൽ ടു ബി റേസ് ടു കെ ആണെങ്കിൽ 3 കേസ് നമ്മൾ കൺസിഡർ ചെയ്യും. അതിലൊന്ന് p ഗ്രേറ്റർ ദാൻ -1. p ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിൽ സൊല്യൂഷൻ എന്നുള്ളത് ടി ഓഫ് n ഈക്വൽ ടു ബിഗ് ഓഫ് n റേസ് ടു log a to the base b into log p plus 1 n. ബിഗ് ഓഫ് n റേസ് ടു n-ൻ്റെ പവറായിട്ട് log a to the base b, സംശയം വേണ്ട, ടി ഓഫ് n ഈക്വൽ ടു ബിഗ് ഓഫ് n റേസ് ടു log a to the base b into log p plus 1 n എന്നിട്ട് p plus 1 എന്നുള്ളത് ലോഗിൻ്റെ പവറായിട്ട്. ഓക്കെ, ഇനി സെക്കൻഡ് കേസിൽ p ഈക്വൽ ടു -1 ആണെങ്കിൽ ടി ഓഫ് n എന്നുള്ളത് ബിഗ് ഓഫ് n റേസ് ടു ലോഗ് എ ടു ദ ബേസ് ബി ഇൻറ്റു ലോഗ് n ആയിരിക്കും. ഓക്കെ, തേർഡ് കേസിൽ p ലെസ് ദാൻ -1 ആണെങ്കിൽ ടി ഓഫ് n ഈക്വൽ ടു ബിഗ് ഓഫ് n റേസ് ടു ലോഗ് എ ടു ദ ബേസ് ബി. ഓക്കെ, ഇനി അടുത്ത കേസ് മാസ്റ്റേഴ്സ് തിയറത്തിൻ്റെ മൂന്നാമത്തെ കേസ് വരും. മാസ്റ്റേഴ്സ് തിയറത്തിൻ്റെ മൂന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ എ ഈക്വൽ ടു എ ലെസ് ദാൻ ബി റേസ് ടു കെ. എ ലെസ് ദാൻ ബി റേസ് ടു കെ ആണെങ്കിൽ അവിടെ രണ്ട് കേസാണുള്ളത്. ഒന്ന് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ടി ഓഫ് n എന്നുള്ളത് ബിഗ് ഓഫ് n റേസ് ടു കെ ഇൻറ്റു ലോഗ് പി എൻ വരും. ബിഗ് ഓഫ് n റേസ് ടു കെ ഇൻറ്റു ലോഗ് പി എൻ വരും. സെക്കൻഡ് കേസ് വരുന്നത് പി ലെസ് ദാൻ 0 ആണെങ്കിൽ ടി ഓഫ് n ഈക്വൽ ടു ബിഗ് ഓഫ് n റേസ് ടു കെ വരും. ഡിവൈഡ് ആൻഡ് കോൺകർ മാസ്റ്റേഴ്സ് തിയറം നമുക്കൊരു ഒറ്റ നോട്ടത്തിൽ നോക്കാം. അപ്പോൾ 3 കേസാണ് നമ്മൾ പറഞ്ഞത്. അതായത് ജനറൽ ഫോമിൽ തരും ടി ഓഫ് n ഈക്വൽ ടു എ ഇൻറ്റു ടി ഓഫ് n ബൈ ബി പ്ലസ് ചില ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് തീറ്റ ഓഫ് n റേസ് ടു കെ ഇൻറ്റു ലോഗ് പി എൻ എന്ന് കാണാം. അതുപോലെ തന്നെ സൊല്യൂഷനും തീറ്റ കാണാം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് രീതിയിലും ആൻസർ യു ജി സി നെറ്റ് കൊടുക്കുന്നുണ്ട്. ബിഗ് ഒ എന്ന് പറഞ്ഞ നൊട്ടേഷനിലും അതുപോലെ തന്നെ തീറ്റയും കൊടുത്തിട്ടാണെന്നിട്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീറ്റ എന്ന് പറഞ്ഞതുണ്ടെങ്കിൽ തീറ്റ ചൂസ് ചെയ്യാം. രണ്ടും മിക്സ് ചെയ്തിട്ട് കൊടുക്കാറ് സാധാരണ ഇല്ല. ഒന്നുകിൽ തീറ്റ അല്ലെങ്കിൽ ബിഗ് ഒ ഉണ്ടാവും. തീറ്റയാണെങ്കിൽ തീറ്റ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബിഗ് ഒ ചൂസ് ചെയ്യാം. അപ്പോൾ 3 കേസ് എ ഗ്രേറ്റർ ദാൻ ബി റേസ് ടു കെ ആണെങ്കിൽ ടി ഓഫ് n ഈക്വൽ ടു ബിഗ് ഓഫ് ഓർ തീറ്റ ഓഫ് n റേസ് ടു ലോഗ് എ ടു ദ ബേസ് ബി വരും. ഇനി എ ഈക്വൽ ടു ബി റേസ് ടു കെ ആണെങ്കിൽ 3 കേസ് പി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ടി ഓഫ് n ഈക്വൽ ടു തീറ്റ ഓഫ് n റേസ് ടു ലോഗ് എ ടു ദ ബേസ് ബി ഇൻറ്റു ലോഗ് പി പ്ലസ് 1 n. then p ഈക്വൽ ടു -1 ആണെങ്കിൽ ടി ഓഫ് n ഈക്വൽ ടു തീറ്റ ഓഫ് n റേസ് ടു ലോഗ് എ ടു ദ ബേസ് ബി ഇൻറ്റു ലോഗ് n വരും. ഇഫ് p ലെസ് ദാൻ -1 ആണെങ്കിൽ ടി ഓഫ് n ഈക്വൽ ടു ബിഗ് ഓഫ് n റേസ് ടു ലോഗ് എ ടു ദ ബേസ് ബി വരും. എ ലെസ് ദാൻ ബി റേസ് ടു കെ ആണെങ്കിൽ ഇഫ് p ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 then ടി ഓഫ് n ഈക്വൽ ടു ബിഗ് ഓഫ് n റേസ് ടു കെ ഇൻറ്റു ലോഗ് പി എൻ. then if p ലെസ് ദാൻ 0 ആണെങ്കിൽ ടി ഓഫ് n ഈക്വൽ ടു ബിഗ് ഓഫ് n റേസ് ടു കെ. അപ്പോൾ എന്തുകൊണ്ടാണ് തീറ്റയും ബിഗും മാറി മാറി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത്? റീസൺ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിഗും ബിഗ് ഒമേഗയും ഈക്വൽ ആവുന്ന കേസിലാണ് നമ്മളവിടെ തീറ്റ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സിറ്റുവേഷനിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീറ്റ അവിടെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഒന്നിക്ക് തീറ്റ അല്ലെങ്കിൽ ബിഗോ മാത്രമേ നിങ്ങൾക്ക് ആൻസറിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ടി ഓഫ് n ഈക്വൽ ടു 3 ഇൻറ്റു ടി ഓഫ് n ബൈ 2 പ്ലസ് n സ്ക്വയർ. ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടി ഓഫ് n ഈക്വൽ ടു എ ഇൻറ്റു ടി ഓഫ് n ബൈ ബി പ്ലസ് ബിഗ് ഓഫ് n റേസ് ടു കെ ഇൻറ്റു ലോഗ് പി എൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് എ ഈക്വൽ ടു 3, ബി ഈക്വൽ ടു 2, കെ ഈക്വൽ ടു 2 ആൻഡ് പി ഈക്വൽ ടു 0. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോഗ് എൻ ഓൾ റേസ് ടു പി എന്ന് പറയുന്നതും ലോഗ് പി എൻ എന്ന് പറയുന്നതും സെയിം ആണ്. ബട്ട് വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ലോഗ് എൻ റേസ് ടു പി. ഇത് മാറിപ്പോയത്, ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സൊല്യൂഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം,
എനിക്കാരെയും ക്ലിയർ ചെയ്യാണ്. ഓക്കെ ഓക്കെ സൊല്യൂഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് കാണാം എ ഈക്വൽ ടു ബി റേസ് ടു കെ എടുക്കുന്ന സമയത്ത് ബി റേസ് ടു കെ എടുത്താൽ ലിസൺ ബി റേസ് ടു കെ എടുക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് 4 എന്ന് പറഞ്ഞ് കിട്ടും. ദെൻ അതുപോലെ തന്നെ എയുടെ വാല്യൂ 3. അപ്പോൾ എ ലെസ് ദാൻ ബി റേസ് ടു കെ കിട്ടും. എ ലെസ് ദാൻ ബി റേസ് ടു കെ കിട്ടുന്ന സമയത്ത് നമ്മൾ തേർഡ് കേസ് അപ്പോൾ പിയുടെ വാല്യൂ നോക്കാം. പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ സൊല്യൂഷൻ ഇതാണ് വരിക, ബിഗ് ഓഫ് എൻ റേസ് ടു കെ ഇൻറ്റു ലോഗ് പി. അപ്പോൾ എന്ത് വരും? ബിഗ് ഓഫ് എൻ റേസ് ടു കെ, കെയുടെ വാല്യൂ 2. പിയുടെ വാല്യൂ 0 ആയതുകൊണ്ട് ലോഗ് എൻ ഓൾ റേസ് ടു പി ഓർ ലോഗ് പി എൻ വട്ടവർ എന്ന് കഴിഞ്ഞാൽ ആ വാല്യൂ എന്ത് കിട്ടും? വട്ടവർ ബി ദ വാല്യൂ റേസ് ടു 0 എടുത്ത് കഴിഞ്ഞാൽ 1 കിട്ടും. സോ സൊല്യൂഷൻ ഈക്വൽ ടു ബിഗ് ഓഫ് എൻ സ്ക്വയർ. ദിസ് വിൽ ബി ദ സൊല്യൂഷൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടി ഓഫ് എൻ ഈക്വൽ ടു 4 ഇൻറ്റു ടി ഓഫ് എൻ ബൈ 2 പ്ലസ് എൻ സ്ക്വയർ. ഓക്കെ നോക്കാം. അപ്പോൾ ഇവിടെ ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എ ഈക്വൽ ടു 4 കിട്ടും, ബി ഈക്വൽ ടു 2 കിട്ടും, അഗെയിൻ കെ ഈക്വൽ ടു 0 കിട്ടും, പി ഈക്വൽ ടു 0 കിട്ടും. ഓക്കെ, അപ്പോൾ ബി റേസ് ടു കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 റേസ് ടു കെയുടെ വാല്യൂ 2 ആണ്, കെയുടെ വാല്യൂ 2 ആണ്, 0 അല്ല, 2 റേസ് ടു 2, കെയുടെ ബി റേസ് ടു കെ 4 കിട്ടും. അപ്പോൾ എ ഈക്വൽ ടു ബി റേസ് ടു കെ എന്ന് കിട്ടും. എ ഈക്വൽ ടു ബി റേസ് ടു കെ ആണെങ്കിൽ 3 കേസാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ എന്താ? പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 ആണെങ്കിൽ, അപ്പോൾ പിയുടെ വാല്യൂ 0 ആണ്, അത് പി ഗ്രേറ്റർ ദാൻ പി ഗ്രേറ്റർ ദാൻ -1 ആണ് ഫസ്റ്റ് കേസ്. അതിനകത്ത് പി ഗ്രേറ്റർ ദാൻ -1. അപ്പോൾ സൊല്യൂഷൻ എന്ത് കിട്ടും? ബിഗ് ഓഫ് എൻ റേസ് ടു ലോഗ് എ ടു ദ ബേസ് ബി ഇൻറ്റു ലോഗ് പി പ്ലസ് 1 എൻ കിട്ടും. പി പ്ലസ് 1 അപ്പോൾ എന്ത് കിട്ടും? ബിഗ് ഓഫ് എൻ റേസ് ടു ലോഗ് എ ടു ദ ബേസ് ബി എന്ന് വെച്ചാൽ എൻ റേസ് ടു ലോഗ് 4 ടു ദ ബേസ് എയുടെ വാല്യൂ 4, ബിയുടെ വാല്യൂ 2. അപ്പോൾ ലോഗ് 4 ടു ദ ബേസ് 2, ലോഗ് 4 ടു ദ ബേസ് 2 എന്ന് വെച്ചാൽ 2 ബിഗ് ഓഫ് എൻ സ്ക്വയർ. അവിടെ ശ്രദ്ധിക്കുക, ഇനിയൊരു പോർഷൻ അങ്ങ് റേസ് ചെയ്യാണ്. ഓക്കെ, സൊല്യൂഷൻ എന്നുള്ളത് ബിഗ് ഓഫ് എൻ റേസ് ടു ലോഗ് 4 ടു ദ ബേസ് 2 ഇൻറ്റു ലോഗ് പി പ്ലസ് 1, പിയുടെ വാല്യൂ 0, അപ്പോൾ ലോഗ് 1 എൻ, ലോഗ് എൻ. അപ്പോൾ ലോഗ് 4 ടു ദ ബേസ് 2 എന്ന് വെച്ചാൽ വാല്യൂ 2 ആണ്. അപ്പോൾ അതിനകത്ത് ബിഗ് ഓഫ് എൻ സ്ക്വയർ ലോഗ് എൻ എന്ന് കിട്ടും. ബിഗ് ഓഫ് എൻ സ്ക്വയർ ലോഗ് എൻ. അപ്പോൾ ഈ ഒരു ആൻസർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ മാസ്റ്റേഴ്സ് തിയറം തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ലോഗരിതം ആൻഡ് സമ്മേഷൻസ് ആണ്. സമ്മേഷൻസ് ഞാൻ ആവശ്യമുള്ളപ്പോൾ പറയാം. ജസ്റ്റ് ഈ ലോഗരിതത്തിൻ്റെ റൂൾ മാത്രം നോക്കി നോക്കുക. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി, അതിന് വേണ്ടി മാത്രം. ഓക്കെ, ഞാൻ ഇതിനകത്ത് 2 സെറ്റ് പ്രോബ്ലംസ് 20 ക്വസ്റ്റ്യൻ്റെ 19 ക്വസ്റ്റ്യൻ്റെ 2 സെറ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 പ്രോബ്ലം സെറ്റും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. ഈ ഏതൊക്കെ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് അതിൻ്റെ പാരാമീറ്റേഴ്സും നോൺ റിക്കർസീവ് പോർഷൻ്റെ നാച്ചറൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കുക. അതുപോലെ ഈ 2 സെറ്റും കൃത്യമായിട്ട് സോൾവ് ചെയ്ത് നോക്കുക. ഈ 2 സെറ്റും സോൾവ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഓൾമോസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ 2 സെറ്റും സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ടൈപ്പ് ഓഫ് റിക്കറൻസ് ഇക്വേഷനാണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് റിക്കറൻസ് ഇക്വേഷനാണ് മാസ്റ്റേഴ്സ് തിയറം വെച്ച് എന്താണ് സെക്കൻഡ് ടൈപ്പാണ് ഡിക്രീസ് ആൻഡ് കോൺകർ മാസ്റ്റേഴ്സ് തിയറം. ഡിക്രീസ് ആൻഡ് കോൺകർ മാസ്റ്റേഴ്സ് തിയറം. ഓക്കെ, ഡിക്രീസ് ആൻഡ് കോൺകർ ടൈപ്പ് റിക്കറൻസ് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് വെച്ചാൽ ടി ഓഫ് എൻ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, അല്ലെങ്കിൽ ടി ഓഫ് എൻ ഈക്വൽ ടു എ ഇൻറ്റു
ടി ഓഫ് എൻ ഈക്വൽ ടു എ ഇൻറ്റു ടി ഓഫ് എൻ മൈനസ് ബി പ്ലസ് എഫ് ഓഫ് എൻ. എഫ് ഓഫ് എൻ എന്നുള്ളത് സിംപ്ലി വി ക്യാൻ റൈറ്റ് ബിഗ് ഓഫ് എൻ റൈസ് ടു കെ. ഈ ഒരു നാച്ചുറാണ് വരിക. ടി ഓഫ് എൻ ഈക്വൽ ടു സി ഇഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, അതർവൈസ് എ ഇൻറ്റു ടി ഓഫ് എൻ മൈനസ് ബി പ്ലസ് ബിഗ് ഓഫ് എൻ റൈസ് ടു കെ. അപ്പോൾ ഇവിടെ 3 സൊല്യൂഷനാണ് ഈ റിക്കറൻസ് ഇക്വേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ റിക്കറൻസ് ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് 3 സൊല്യൂഷനാണ് നമുക്കുള്ളത്. അപ്പോൾ ആ 3 സൊല്യൂഷൻ എന്ന് വെച്ചാൽ എയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. എയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 3 സൊല്യൂഷനാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ടി ഓഫ് എൻ ഈക്വൽ ടു 3 സൊല്യൂഷനാണ് നമുക്കുള്ളത്. അതിലൊന്ന് ബിഗ് ഓഫ് എൻ റൈസ് ടു കെ ഇഫ് എ ലെസ് ദാൻ 1, അല്ലെങ്കിൽ ബിഗ് ഓഫ് എൻ റൈസ് ടു കെ പ്ലസ് 1 ഇഫ് എ ഈക്വൽ ടു 1, ബിഗ് ഓഫ് എൻ റൈസ് ടു കെ ഇൻറ്റു എ റൈസ് ടു എൻ ബൈ ബി ഇഫ് എ ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ 3 കേസ്. അപ്പോൾ അതിനകത്ത് നോക്കാം. റിക്കറൻസ് ഇക്വേഷൻ്റെ ജനറൽ ടൈപ്പ് എന്ന് പറയുന്നത് ടി ഓഫ് എൻ ഈക്വൽ ടു സി ഇഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, എ ഇൻറ്റു ടി ഓഫ് എൻ മൈനസ് ബി, എ ഇൻറ്റു ടി ഓഫ് എൻ മൈനസ് ബി പ്ലസ് ബിഗ് ഓഫ് എൻ റൈസ് ടു കെ. എന്നിൻ്റെ വാല്യൂ 1ൽ കൂടുതലാണ്. സൊല്യൂഷൻ വരുന്നത് ഇങ്ങനെയാണ്. എയുടെ വാല്യൂസിനനുസരിച്ച് ടി ഓഫ് എൻ ഈക്വൽ ടു ബിഗ് ഓഫ് എൻ റൈസ് ടു കെ ഇഫ് എ ലെസ് ദാൻ 1, ബിഗ് ഓഫ് എൻ റൈസ് ടു കെ പ്ലസ് 1 ഇഫ് എ ഈക്വൽ ടു 1, ബിഗ് ഓഫ് എൻ റൈസ് ടു കെ ഇൻറ്റു എൻ ബൈ ബി ഇഫ് എ ഗ്രേറ്റർ ദാൻ 1. പിന്നെ പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടി ഓഫ് എൻ ഈക്വൽ ടു 3 into t of n minus 1 n greater than 0 equal to c n less than or equal to 0, n less than or equal to 0. അവിടെ ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് a equal to 3, അതുപോലെ തന്നെ b equal to 1 എന്ന് കിട്ടും. എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പാർട്ടില്ല, അതായത് എ ഇൻറ്റു ടി ഓഫ് എൻ മൈനസ് ബി പ്ലസ് ബിഗ് ഓഫ് എൻ റൈസ് ടു കെ എന്നില്ല. ഇതാണ് എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. എഫ് ഓഫ് എൻ എന്നുള്ളത് 0 ആണ്. എഫ് ഓഫ് എൻ ഈക്വൽ ടു 0 ആണെങ്കിൽ യു ക്യാൻ ഓൾവേസ് ടേക്ക് കെ ഈക്വൽ ടു 0. കെയുടെ വാല്യൂ എന്തെടുക്കാം? 0 എടുക്കാം. അപ്പോൾ നോക്കാം എയുടെ വാല്യൂ ആയിട്ട് കമ്പയർ. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താ മൂന്നാമത്തെ കേസ് വരും. എ ഗ്രേറ്റർ ദാൻ 0. ശ്രദ്ധിക്കുക, എ ഈക്വൽ ടു 3, ബി ഈക്വൽ ടു 1. അപ്പോൾ എ ഈക്വൽ ടു 3 ആണെങ്കിൽ മൂന്നാമത്തെ കേസ് എ ഗ്രേറ്റർ ദാൻ 1 അല്ലേ. എ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സൊല്യൂഷൻ എന്ത് വരും? ബിഗ് ഓഫ് എൻ റൈസ് ടു കെ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ? കെയുടെ വാല്യൂ 0 ആണ്. എൻ റൈസ് ടു കെ ഇൻറ്റു എ റൈസ് ടു എൻ ബൈ ബി. എയുടെ വാല്യൂ എന്താ? എയുടെ വാല്യൂ 3 ആണ്. യു ക്യാൻ ഡയറക്റ്റ്ലി റൈറ്റ് 3. എയുടെ വാല്യൂ 3 ആണ്. 3 റൈസ് ടു എൻ ബൈ ബി. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബി? 1 ആണ്. അപ്പോൾ എൻ റൈസ് ടു 0 എന്നുള്ളത് 1. സോ ബിഗ് ഓഫ് 3 റൈസ് ടു എൻ കിട്ടും. സെയിം ക്വസ്റ്റ്യൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ സെയിം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ആ സെയിം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ, ബിഗ് ഓഫ് 3 റൈസ് ടു എൻ. ഡിക്രീസ് ആൻഡ് കോൺകർ മാസ്റ്റേഴ്സ് തിയറം വെച്ച് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇതിന് സെയിം സൊല്യൂഷൻ കിട്ടും, ബിഗ് ഓഫ് 3 റൈസ് ടു എൻ എന്ന് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഡിക്രീസ് ആൻഡ് കോൺകർ മാസ്റ്റേഴ്സ് തിയറിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ടി ഓഫ് എൻ ഈക്വൽ ടു ടി ഓഫ് എൻ മൈനസ് 1 പ്ലസ് എൻ ഇൻറ്റു എൻ മൈനസ് 1. ഇപ്പോൾ ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എയുടെ വാല്യൂ 1 കിട്ടും, ബിയുടെ വാല്യൂ 1 കിട്ടും. എഫ് ഓഫ് എൻ്റെ സ്ഥാനത്ത് എൻ ഇൻറ്റു എൻ മൈനസ് 1 ആണ്. ബിഗ് ഓഫ് എൻ റൈസ് ടു കെ എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ബിഗ് ഓഫ് ദിസ് ഫംഗ്ഷൻ? എൻ സ്ക്വയർ മൈനസ് എൻ ആണ് ഫംഗ്ഷൻ വരിക. ബിഗ് കൊടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? എൻ സ്ക്വയർ കിട്ടും. അപ്പോൾ കെയുടെ വാല്യൂ എന്തെടുക്കാം? 2 എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ മാത്രമേ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇത് അസിംപ്റ്റോട്ടിക് റേറ്റ് ഓഫ് ഗ്രോത്ത് വെച്ചിട്ട് എൻ സ്ക്വയർ മൈനസ് എൻ്റെ റേറ്റ് ഓഫ് ഗ്രോത്ത് എപ്പോഴും ഇൻ ടേംസ് ഓഫ് എൻ സ്ക്വയർ ആയിരിക്കും. സോ യു ക്യാൻ സിംപ്ലി ടേക്ക് ഇറ്റ് വിൽ ഓൾവേസ് ഗ്രോ ഇൻ ടേംസ് ഓഫ് എൻ സ്ക്വയർ. സോ യു ക്യാൻ ടേക്ക് ദ വാല്യൂ കെ ഈക്വൽ ടു 2 എന്നെടുക്കാം. കെ ഈക്വൽ ടു 2 എടുക്കുന്ന സമയത്ത് എൻ്റെ സൊല്യൂഷൻ എന്ത് വരും? എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 1, കെ ഈക്വൽ ടു 2 വരും. ഓക്കെ, അപ്പം എ ഈക്വൽ ടു 1 ആകുന്ന സമയത്ത് സൊല്യൂഷൻ എന്താ? ടി ഓഫ് എൻ ഈക്വൽ ടു ബിഗ് ഓഫ് എൻ റൈസ് ടു കെ പ്ലസ് 1. ഓക്കെ, സൊല്യൂഷൻ അപ്പോൾ ബിഗ് ഓഫ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ? ബിഗ് ഓഫ്
n raised to 2 plus 1 വരും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ബിഗ് ഓഫ് 2 plus 1 ബിഗ് ഓഫ് n ക്യൂബ് വരും സൊല്യൂഷൻ എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ടി ഓഫ് എൻ ഈക്വൽ ടു ടി ഓഫ് എൻ മൈനസ് 1 പ്ലസ് ടി ഓഫ് എൻ മൈനസ് 2. ഓക്കെ, അതിനകത്ത് ഒരു സ്പെഷ്യൽ കേസ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നോർമലി ടി ഓഫ് എൻ ഈക്വൽ ടു എ ഇൻറ്റു ടി ഓഫ് എൻ മൈനസ് ബി പ്ലസ് എഫ് ഓഫ് എൻ എന്നാണ് പഠിച്ചത്. ഒരു റിക്കേഴ്സീവ് പോർഷനും ഒരു നോൺ റിക്കേഴ്സീവ് പോർഷനും. ബട്ട് ഈ ക്വസ്റ്റിനകത്ത് നോൺ റിക്കേഴ്സീവ് പോർഷൻ ഇല്ല, ബട്ട് ഇൻസ്റ്റഡ് 2 റിക്കേഴ്സീവ് പോർഷൻ ഉണ്ട്. ഇങ്ങനെ 2 റിക്കേഴ്സീവ് പോർഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇതിനകത്ത് ഒരു റിക്കേഴ്സീവ് പോർഷൻ വെച്ചിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 2 സൊല്യൂഷൻ നമുക്ക് ഇതിനകത്തുണ്ടാവും. അതായത് ഒന്നുകിൽ ടി ഓഫ് എൻ മൈനസ് 2, ഇന്നത്തെ ഏറ്റവും വലുത് ഏതാ? ടി ഓഫ് എൻ മൈനസ് 1 ആണോ എൻ മൈനസ് 2 ആണോ വലുത്? എൻ മൈനസ് 1 ആണ് വലുത്. എൻ മൈനസ് 1 എടുക്കുന്ന സമയത്ത്, അതായത് സബ് പ്രോബ്ലത്തിൻ്റെ സൈസ് 2 സബ് പ്രോബ്ലമാണുള്ളത്. ഒന്ന് എൻ മൈനസ് 1 സൈസുള്ള സബ് പ്രോബ്ലവും പിന്നെ ഒന്ന് എൻ മൈനസ് 2 സൈസുള്ള സബ് പ്രോബ്ലം. ഇപ്പോൾ വേഴ്സ്റ്റ് കേസ് എടുക്കുന്ന ഇങ്ങനെയുള്ള 2 റിക്കറൻസ് വരികയാണെങ്കിൽ 2 സൊല്യൂഷൻ വരും. ഒന്ന് വേഴ്സ്റ്റ് കേസ് സൊല്യൂഷനും പിന്നെ ഒന്ന് ബെസ്റ്റ് കേസ് സൊല്യൂഷനും. ഓക്കെ, വേഴ്സ്റ്റ് കേസ് ആണെങ്കിൽ സബ് പ്രോബ്ലത്തിൻ്റെ സൈസ് വലുതായിരിക്കും. സബ് പ്രോബ്ലത്തിൻ്റെ വലിയ സൈസ് ഏതാ? ടി ഓഫ് എൻ മൈനസ് 1. അപ്പോൾ ആ കേസിൽ ഈ സെക്കൻഡ് സബ് പ്രോബ്ലത്തിൻ്റെ സൈസ് വി വിൽ ടേക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തെടുക്കും? എൻ മൈനസ് 1 എന്നെടുക്കും. അപ്പോൾ ടി ഓഫ് എൻ എങ്ങനെ മാറ്റിയതാണ്? ടി ഓഫ് എൻ ഈക്വൽ ടു ടി ഓഫ് എൻ മൈനസ് 2യുടെ സൈസ് അപ്രോക്സിമേറ്റ്ലി ടി ഓഫ് എൻ മൈനസ് 1. അപ്പോൾ 2 ഇൻറ്റു ടി ഓഫ് എൻ മൈനസ് 1 എന്നെടുക്കാം. അപ്പോൾ ഈ കേസിൽ എ ഈക്വൽ ടു 2 കിട്ടും, ബി ഈക്വൽ ടു 1 കിട്ടും, എഫ് ഓഫ് എൻ എന്നുള്ള 0. അപ്പോൾ കൊണ്ട് കെ ഈക്വൽ ടു 0 കിട്ടും. യു ക്യാൻ ഡയറക്റ്റ്ലി അപ്ലൈ ദി ഇക്വേഷൻ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിഗ് ഓഫ് 2 റേസ് ടു n കിട്ടും. സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ബെസ്റ്റ് കേസിൽ സബ് പ്രോബ്ലത്തിൻ്റെ സൈസ് ചെറുതായിരിക്കും. അപ്പോൾ ടി ഓഫ് എൻ ഈക്വൽ ടു, അതായത് ഈ വലിയ സബ് പ്രോബ്ലത്തിൻ്റെ സൈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഇതിന് ഈക്വൽ. അപ്പോൾ 2 ഇൻറ്റു ടി ഓഫ് എൻ മൈനസ് 2 എടുക്കും. അപ്പോൾ അവിടെ എടുക്കുന്ന സമയത്ത് എ ഈക്വൽ ടു 2, ബി ഈക്വൽ ടു 2, കെ ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ സൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ഓഫ് 2 റേസ് ടു n ബൈ 2 എന്ന് കിട്ടും. അതായത് എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1. മൂന്നാമത്തെ കേസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സൊല്യൂഷൻ, ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ഡിക്രീസ് ആൻഡ് കോൺകർ മാസ്റ്റേഴ്സ് തിയറം വെച്ച്. ഇൻ കേസ് നിങ്ങൾക്ക് ഡിക്രീസ് ആൻഡ് കോൺകർ മാസ്റ്റേഴ്സ് തിയറം അറിയില്ലെങ്കിൽ യു ക്യാൻ ഡയറക്റ്റ്ലി അപ്ലൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ബട്ട് എല്ലാ ക്വസ്റ്റിനും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചാൽ കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഓക്കെ, അടുത്ത മൂന്നാമത് പറഞ്ഞൊരു കേസാണ് സബ്ട്രാക്ട് ആൻഡ് കോൺകർ മാസ്റ്റേഴ്സ് തിയറം, അല്ലെങ്കിൽ ഡിക്രീസ് ആൻഡ് കോൺകർ മാസ്റ്റേഴ്സ് തിയറം. ഡിക്രീസ് ആൻഡ് കോൺകർ മാസ്റ്റേഴ്സ് തിയറത്തിൻ്റെ വേറൊരു പേരാണ് സബ്ട്രാക്ട് ആൻഡ് കോൺകർ മാസ്റ്റേഴ്സ് തിയറം. ഓക്കെ, ഇതിൻ്റെ ഒരു വേരിയൻ്റ് ആണ്. സപ്പോസ് റിക്കറൻസ് ഇക്വേഷൻ ഈ ഒരു ഫോമിലാണ് ഇരിക്കുക. ടി ഓഫ് എൻ ഈക്വൽ ടു ടി ഓഫ് ആൽഫ എൻ പ്ലസ് 1 മൈനസ് ടി ഓഫ് 1 മൈനസ് ആൽഫ എൻ പ്ലസ് ബീറ്റ എൻ. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇക്വേഷൻ എടുക്കുകയാണ്. ടി ഓഫ് എൻ ഈക്വൽ ടു സപ്പോസ് ടി ഓഫ് n by 4 plus t of 3n by 4 plus some n. Okay, t of n equal to t of n by 4 plus t into 3 of n by 4 plus n. അപ്പോൾ ആൽഫ എന്നുള്ളത് 1 by 4, മറ്റേത് 1 മൈനസ് ആൽഫ 1 മൈനസ് 1 by 4 3 by 4 കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സൊല്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കേണ്ട. സൊല്യൂഷൻ എന്ന് പറയുന്നത് ബിഗ് ഓഫ് n log n ആണ്. ഇത് ഓർത്ത് വെക്കുക. നമ്മൾ ക്വിക്ക് സോർട്ടിൻ്റെ ഒക്കെ അനാലിസിസ് വരുന്ന സമയത്ത് ക്വിക്ക് സോർട്ടിൻ്റെ ഡിഫറെൻറ്റ് കേസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഡയറക്റ്റ് സപ്പോസ് ഇത് സാധാരണ നമ്മൾ റിക്കർഷൻ ട്രീ മെത്തേഡ് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാറ്. ടി ഓഫ് എൻ ഈക്വൽ ടു ടി ഓഫ് എൻ ബൈ 4 പ്ലസ് ടി ഓഫ് ഇവിടെ ഏത് ടേം, സപ്പോസ് ഇവിടെ ഒരു 1/9 വരികയാണെന്നിരിക്കും. 1/9 ആണ്, 1 മൈനസ് 1/9 ആയിരിക്കും അടുത്ത ടേം ഇവിടെ വരിക. ഓക്കെ, വട്ടവർ. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. ഇതിൻ്റെ അകത്തുള്ള എൻ്റെ കോയിഫിഷ്യൻ്റ് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. ഒരു ബീറ്റ ഓഫ് എൻ എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടെങ്കിൽ, ഇനി ബീറ്റ ഇല്ലെങ്കിൽ യു ക്യാൻ സിംപ്ലി ടേക്കൺ ഇറ്റ് എസ് ബീറ്റയുടെ വാല്യൂ 0. സോറി, ബീറ്റ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഡെഫിനറ്റ്ലി ഇവിടെ ഒരു വാല്യൂ എന്തായാലും കാണും. സോ ബിഗ് ഓഫ് എൻ ലോഗ് എൻ എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഓക്കെ,
ഹോപ്പ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇതാണ് മാസ്റ്റേഴ്സ് തിയറത്തെ പറ്റി പറയാനുള്ളത്. അപ്പോൾ 3 കേസ്: ഡിവൈഡ് ആൻഡ് കോൺകർ മാസ്റ്റേഴ്സ് തിയറം, ഡിക്രീസ് ആൻഡ് കോൺകർ മാസ്റ്റേഴ്സ് തിയറം, ഈ ഡിക്രീസ് ആൻഡ് കോൺകർ മാസ്റ്റേഴ്സ് തിയറത്തിൻ്റെ ഒരു വേരിയൻറ്റ്. ഓക്കെ, താങ്ക് യു.